ഒരു രാഷ്ട്രത്തിന്റെ വ്യവസ്ഥിതിയുടെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം ആ നാട്ടിലെ ജനങ്ങളിലേക്കും അവരുടെ ജീവിത നിലവാരത്തിലേക്കും കണ്ണോടിക്കുക എന്നതാണ്. രാജ്യത്തിനോട് കൂറും ജനങ്ങളോട് ഉത്തരവാദിത്വവും ഉള്ള ഭരണാധികാരികൾ ഉണ്ടാകുമ്പോഴാണ് മികച്ച ഒരു ജനതയും രാഷ്ട്രവും രൂപപ്പെടുന്നത്. മറിച്ചായാൽ ആ രാജ്യത്തിന്റെ അവസ്ഥ എത്ര മോശമായിരിക്കും. അതുപോലെ തന്നെയാണ് ഉത്തരവാദിത്വം ഇല്ലാത്ത മാതാപിതാക്കളുള്ള കുടുംബവും. തങ്ങളുടെ ജീവിതത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും അവരുടെ തെറ്റല്ലാതെ ഇരുന്നിട്ട് കൂടി കുടുംബത്തിനുള്ളിൽ നിലനിൽക്കുന്ന മോശം വ്യവസ്ഥിതിയുടെ ഭാഗമായി ജീവിക്കേണ്ടി വരും. കുടുംബവും രാജ്യവും ഒരുപോലെ മോശമായ അത്തരം പശ്ചാത്തലത്തിൽ ജീവിച്ച് വളരേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? സത്യത്തിൽ ഈ കഷ്ടപ്പാടുകൾ ആ കുട്ടി സഹിക്കേണ്ടതുണ്ടോ? ഈ ദുഷിച്ച വ്യവസ്ഥിതിയിലേക്ക് ഒരു തെറ്റും ചെയ്യാത്ത അവനെ അല്ലെങ്കിൽ അവളെ തള്ളിയിട്ടതാരാണ്? കുറഞ്ഞ പക്ഷം ജനിപ്പിച്ച മാതാപിതാക്കളെങ്കിലും അവരെ സംരക്ഷിക്കേണ്ടതല്ലേ? മികച്ച അന്താരാഷ്ട്ര സിനിമകളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനലിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് 30-ലേറെ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ 2018 റിലീസ് ചെയ്ത കാപ്പർനൗം എന്ന ലെബനീസ് മൂവിയെ കുറിച്ചാണ്. മസ്റ്റ് വാച്ച് മൂവി എന്ന ഗണത്തിൽ ഈ സിനിമയെ പെടുത്താൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അത്രയ്ക്ക് നല്ല സിനിമയാണ് കാപ്പർനൗം. ഈ സിനിമ നിങ്ങളെ കരയിപ്പിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ ഇത് നോവിക്കും, അത് ഉറപ്പാണ്. ഒറ്റപ്പെടൽ, പട്ടിണി, ദാരിദ്ര്യം, മതിയായ രേഖകളില്ലാതെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ബെയ്റൂട്ടിൽ വന്ന് താമസിക്കുന്ന അഭയാർത്ഥികൾ, അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കാനായി തങ്ങളുടെ വിധിക്കെതിരെ അവരുടെ ദൈനംദിന പോരാട്ടങ്ങൾ. കാപ്പർനൗം എന്ന ഈ സിനിമ നമുക്ക് തരുന്നത് വെറും കാഴ്ചകൾ മാത്രമല്ല, അനുഭവങ്ങളാണ്. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ജീവിതത്തിൽ അടിതെറ്റിപ്പോയവരുടെ കഥയാണ്. സ്വന്തം സഹോദരി ഭർത്താവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് 5 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്ന 12 വയസ്സുകാരനായ സെയിനിൽ നിന്നാണ് കാപ്പർനൗമിന്റെ കഥ ആരംഭിക്കുന്നത്. ലബനോണിന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഒരു ചേരിയിലെ ഇടുങ്ങിയ 2 മുറികളുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ 7 കുട്ടികളും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് സെയിനിന്റെ കുടുംബം. മറ്റു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കുടുംബം പുലർത്താൻ തെരുവിൽ ജ്യൂസ് വിൽക്കാൻ ഇറങ്ങുകയാണ് സെയിനും സഹോദരങ്ങളും. കൂടാതെ ആ തെരുവിൽ തന്നെയുള്ള ആസാദ് എന്ന ആളുടെ കടയിൽ സെയിൻ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് സെയിനിന്റെ കുടുംബം. തന്റെ കടയിലെ ഉപയോഗശൂന്യമായ നൂഡിൽസും പച്ചക്കറികളും ആസാദ് സെയിനിന്റെ വീട്ടിലേക്ക് കൊടുത്തുവിടാറുണ്ട്. എന്നാൽ അതിന് പിന്നിൽ മറ്റൊരു ദുരുദ്ദേശം കൂടിയുണ്ട്. സെയിനിന്റെ വെറും 11 വയസ്സുള്ള സഹോദരി സെഹറിനെ വിവാഹം കഴിക്കാൻ അവൻ വട്ടം കൂട്ടുകയാണ്. സെയിനിന്റെ മാതാപിതാക്കൾക്കാണെങ്കിൽ ആ വിവാഹത്തിന് താല്പര്യവുമുണ്ട്. എന്നാൽ 11 വയസ്സുള്ള സെഹറിനെ ആസാദിന് വിവാഹം ചെയ്തു കൊടുക്കുന്ന തീരുമാനത്തെ സെയിൻ എതിർക്കുന്നു. ഒടുവിൽ സെഹറിനെയും കൊണ്ട് നാടുവിടാൻ അവനൊരു ശ്രമം നടത്തും. എന്നാൽ അത് വിജയിക്കുന്നു. സെയിനിന്റെ വീട്ടുകാർ സെഹറിനെ ബലമായി ആസാദിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിടുക. സെയിനിന്റെയോ സെഹറിന്റെയോ പ്രതിഷേധങ്ങളൊന്നും അവരുടെ മാതാപിതാക്കളുടെ മനസ്സലിയിച്ചില്ല. വളരെ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും സെയിൻ അന്ന് തന്റെ വീട് വിട്ടിറങ്ങുകയാണ്. അവന്റെ യാത്ര ചെന്നെത്തിയത് ഒരു അമ്യൂസ്മെന്റ് പാർക്കിന് മുന്നിലായിരുന്നു. വിശപ്പും ക്ഷീണവും അവനെ കഠിനമായി തളർത്തിയിരുന്നു. അമ്യൂസ്മെന്റ് പാർക്കിൽ ക്ലീനറായി ജോലി ചെയ്യുന്ന എത്യോപ്യക്കാരി റാഹിൽ അവന് ഭക്ഷണം നൽകി. ഒരു ജോലി അന്വേഷിച്ച് അമ്യൂസ്മെന്റ് പാർക്കിലെ പല ഷോപ്പുകളിലും അവൻ കയറി ഇറങ്ങിയെങ്കിലും ഒരു ജോലി അങ്ങോട്ട് ശരിയായിരുന്നില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന റാഹിലിനോട് തനിക്ക് വിശക്കുന്നു, ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാവോ എന്ന് സെയിൻ ചോദിക്കുന്നു. അനുകമ്പ തോന്നിയ റാഹിൽ അവനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തകര ഷീറ്റുകളും മരപ്പലകയും കൊണ്ട് മറച്ച നിന്ന് തിരിയാൻ മാത്രം ഇടമുള്ള ഒരു ചെറിയ മുറി, അതായിരുന്നു റാഹിലിന്റെ വീട്. റാഹിലിന്റെ അവസ്ഥ സെയിനേക്കാൾ പരിതാപകരമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അവളൊരു എത്യോപ്യക്കാരിയാണ്. അവൾക്കൊരു കുഞ്ഞുണ്ട്, 1 വയസ്സ് മാത്രമുള്ള യോനസ്. വ്യാജ ഐഡന്റിറ്റിയിലാണ് അവൾ ബെയ്റൂട്ടിൽ ജോലി ചെയ്യുന്നത്. അതിന്റെ കാലാവധി തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തീർന്നു പോയായിരുന്നു. ഏത് സമയവും തന്നെ പോലീസ് പിടികൂടുമെന്നുള്ള ഭയം അവൾക്കുണ്ട്.
അതിനാൽ മറ്റൊരു ഐഡന്റിറ്റി തരപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിലാണ് റാഹിൽ. അമ്യൂസ്മെന്റ് പാർക്കിൽ ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ ടോയ്ലറ്റിനുള്ളിൽ ആരും അറിയാതെ കുഞ്ഞിനെ ഒരു ബാഗിനുള്ളിൽ ഒളിപ്പിച്ചാണ് അവൾ ജോലി ചെയ്തിരുന്നത്. സെയിൻ വന്നതോടുകൂടി റാഹിൽ കുഞ്ഞിനെ സെയിനെ ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ഒരു നാൾ ജോലിക്ക് പോയ റാഹിൽ മടങ്ങി വന്നു. അവളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയത് സെയിൻ അറിയുന്നുമില്ല. അങ്ങനെ ജീവിക്കാൻ വേണ്ടി യൂനസിനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുകയാണ് സെയിൻ. കഥ ഇവിടെ തീരുന്നില്ല. ഇനിയുള്ള കാഴ്ചകൾ വിവരണത്തിന് അതീതമാണ്. അത് കണ്ടു തന്നെ അനുഭവിക്കണം. കാപ്പർനൗം എന്ന ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ കാഴ്ചകൾ കേവലം ബെയ്റൂട്ടിലെ കാഴ്ചകൾ മാത്രമല്ല. മുംബൈയിലും ധാക്കയിലും മെക്സിക്കോ സിറ്റിയിലും മനിലയിലും കറാച്ചിയിലും ഗാസയിലും ലഗോസിലും ഇതേ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഈ സിനിമയിൽ സെയിൻ അടക്കമുള്ള താരങ്ങൾ അഭിനയിക്കുകയാണോ ജീവിക്കുകയാണോ എന്ന് കാണുന്നവർക്ക് സംശയം തോന്നാം. അതിന്റെ പ്രധാന കാരണം ഇതിലെ മിക്ക നടീനടന്മാരെ ഡയറക്ടറായ നദീൻ ലബാക്കി ബെയ്റൂട്ടിലെ തെരുവുകളിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. യഥാർത്ഥ ജീവിതത്തിലും സെയിൻ തെരുവിൽ ജീവിക്കുന്ന ഒരു സിറിയൻ അഭയാർത്ഥിയാണ്. റാഹിലാകട്ടെ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും പ്രോപ്പർ ഡോക്യുമെന്റ്സ് ഒന്നുമില്ലാതെ ബെയ്റൂട്ടിൽ നിയമവിരുദ്ധമായി കഴിയുന്നവർ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ റാഹിലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് 2 ആഴ്ച ജയിലിൽ അടച്ചിരുന്നു. ഒടുവിൽ സിനിമയുടെ അണിയറക്കാർ ഇടപെട്ട് റാഹിലിനെ മോചിപ്പിക്കുകയാണുണ്ടായത്. യോർഡനോസ് എന്നായിരുന്നു അവളുടെ യഥാർത്ഥ പേര്. ലബനോണിൽ നിന്നും പിന്നീട് അവളെ കെനിയയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുകയാണ്. 2018 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ 2 അവാർഡ്, 2019 മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ, ഒപ്പം ആ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ്. തീർന്നില്ല, മികച്ച സിനിമയ്ക്കും നടനും സംവിധായകനുമുള്ള മറ്റ് 25ലേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ കൂടി നേടിയിട്ടാണ് കാപ്പർനൗം എന്ന സിനിമ കളമിട്ടത്. ഈ സിനിമയുടെ സെയിന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അവനും മാതാപിതാക്കൾക്കും യൂറോപ്യൻ രാജ്യമായ നോർവേയിലേക്ക് കുടിയേറാനുള്ള അനുവാദം അവിടുത്തെ ഗവൺമെന്റ് നൽകി. ജീവിതത്തിൽ അവൻ അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടും ഈ സിനിമയിലൂടെ തീരുകയും ചെയ്യും. നമ്മുടെ നാട്ടുകാർക്ക് സിനിമ എന്നാൽ എന്റർടൈൻ ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രം. എന്നാൽ മറ്റു ചില നാട്ടുകാർക്കാവട്ടെ തങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന സാമൂഹ്യ രാഷ്ട്രീയ മതപരമായ കടന്നുകയറ്റങ്ങളെ ചെറുക്കുവാനുള്ള ഒരു പരിചയ കൂടിയാണ് അവരുടെ സിനിമ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സിനിമകളിലൊന്നാണ് കാപ്പർനൗം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സിനിമ കണ്ടവർ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു നല്ല സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.